1994 ജൂലൈ മാസത്തിലെ ഒരു ഞാനയുടെ ഒരു പേജാണ്. ഇതിൽ കുറച്ച് സിനിമകളുടെ അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു സിനിമയുടെ പേര് ഡെമോക്രസി. മലയാള ചലച്ചിത്ര വ്യവസായ രംഗത്തേക്ക് ഒരു പുതിയ ബാനർ കൂടി, സമുദ്ര സിനി എന്റർപ്രൈസസ്. സമുദ്രയുടെ ആദ്യ ചിത്രമാണ് ഡെമോക്രസി. സുനിൽ ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നു. സുരേഷ് ഗോപി നായകനെ അഭിനയിക്കുന്ന ഈ സിനിമാസ്കോപ്പ് ചിത്രത്തിൽ മലയാളത്തിലെ പ്രശസ്ത താരങ്ങളും വേഷമിടുന്നു. കലു ഡെന്നിസാണ് തിരക്കഥയും സംഭാഷണവും. സഞ്ജീവ് ശങ്കർ ഛായാഗ്രഹണവും, PC മോഹൻ എഡിറ്റിംഗും, മലേഷ്യ ഭാസ്കർ സംഘടനവും, എബ്രഹാം ലിങ്കൻ വാർത്താ വിതരണവും നിർവഹിക്കുന്നു. ഡെമോക്രസിയുടെ ഷൂട്ടിംഗ് ചിങ്ങം 1 ആരംഭിക്കുന്നു. ഇത് 1994 ജൂലൈയിലാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ചിങ്ങം 1 ഓഗസ്റ്റ് മാസം ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. അപ്പൊ സുനിൽ എന്ന് പറയുന്ന സംവിധായകൻ നമുക്കറിയാം, മാനത്തെ കൊട്ടാരവും അതിനു മുമ്പ് കുറെ സിനിമകളൊക്കെ, ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടാണ്. അദ്ദേഹം സുരേഷ് ഗോപിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അത് കലു ഡെന്നിസ് തിരക്കഥയും സംഭാഷണം നിർവഹിക്കുന്നു. ആ സിനിമയുടെ പേര് ഡെമോക്രസി എന്നാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുനിൽ സംവിധായകൻ ശരിക്കും 92 പ്രിയപ്പെട്ട കുക്കു എന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നത്. അന്ന് അതൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു. കാരണം ലാൽജു ഏതൊരു സംവിധായകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അത് ഒരുപാട് പേര് ഹിറ്റുകൾ കിട്ടാൻ കൊതിക്കുന്ന ഒരു സമയത്ത് ജഗദീഷിനെയും സിദ്ദീഖിനെയൊക്കെ വെച്ചൊരു സിനിമ ചെയ്ത് വിജയിപ്പിച്ച ഒരു സംവിധാനം. അത് ആദ്യ സിനിമ തന്നെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗാന്ധാരി ചെയ്തു. ഗാന്ധാരി കഴിഞ്ഞിട്ട് പിന്നീട് മാനത്തെ കൊട്ടാരം 94 ക്രിസ്മസിന് റിലീസായ ഒരു സിനിമയാണ്. പിന്നെ ഭരണകൂടം എന്ന് പറയുന്ന ഒരു സിനിമ, അത് 94 തന്നെ, ക്രിസ്മസിനല്ല അതിന് മുമ്പെയാണ് റിലീസായിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന, ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന സുരേഷ് ഗോപിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ, കലു ഡെന്നിസ് എഴുതുന്നു എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഏതാണെന്നുള്ളത് ശരിക്കും എനിക്കറിയില്ല. കാരണം ആ ഒരു സിനിമ എന്തായാലും സംഭവിച്ചിട്ടില്ല. കാരണം അദ്ദേഹം അതിനുശേഷം ആലഞ്ചേരി തമ്പുരാക്കൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ലിസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ചന്ത ചെയ്തു ബാബുവരനെ വെച്ച്, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ജയറാമും ദിലീപും അശോകനൊക്കെ ഉള്ള ഒരു സിനിമ. പൂമില്ല മഴ എന്ന് പറയുന്ന ഒരു സിനിമ, നമ്മുടെ വൈശാലിയിലെ നായകന്റെ തിരിച്ചുവരവായിരുന്നു. റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു സിനിമ. പിന്നെ അദ്ദേഹം കുറച്ച് സിനിമകളൊക്കെ 2000-ന് ശേഷം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിൽ സുരേഷ് ഗോപിനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തൊരു സിനിമ അതെന്തായാലും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചന്ത എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കാം. കാരണം ഒരു ആക്ഷൻ മോഡുള്ള ഒരു സിനിമയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഡേറ്റും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം പിന്നീട് അത് മറ്റൊരു നടനെ വെച്ച്, ബാബുവിനെ വെച്ചിട്ട് ചെയ്തതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഡെമോക്രസി എന്നുള്ള പേരിൽ ആ ഒരു സിനിമ, അല്ലെങ്കിൽ ആ ഒരു സിനിമയെ സംഭവിച്ചിട്ടുണ്ടാവില്ല, ചന്തയായിരിക്കില്ല. ഞാൻ ഊഹിച്ചതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഡെമോക്രസി എന്ന സിനിമയെ കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തതൊരെണ്ണം വർധന ഫിലിംസിന്റെ പുതിയ ചിത്രം. സുരേഷ് ഗോപിയും ഷാജി കൈലാസും ഒത്തുചേരുന്ന ഒരു ചിത്രം വർധന ഫിലിംസ് ബാനറിൽ വസന്ത് ചന്ദ്രൻ അവതരിപ്പിക്കുന്നു. ബട്ടർഫ്ലൈസ്, കാശ്മീരം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് രചന നിർവഹിച്ച സാജനാണ് രചയിതാവ്. അപ്പൊ AK സാജൻ അന്ന് തുടക്കകാലമാണ്. അതായത് 93 അദ്ദേഹം ധ്രുവം എന്നുള്ള സിനിമയിലൂടെ വന്നു. പിന്നെ 94 കാശ്മീരം, ബട്ടർഫ്ലൈസ് 93 തന്നെയായിരുന്നു. അപ്പൊ അത്യാവശ്യം ഹിറ്റ് റൈറ്ററായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഷാജി കൈലാസ്, സുരേഷ് ഗോപി കൂട്ടുകിട്ട് നമുക്കറിയാം വന്ന് കമ്മീഷണർ. അപ്പൊ 94 എന്ന് പറയുന്ന ആ ഒരു വിഷു സീസണിൽ കമ്മീഷണർ, കാശ്മീരം 2 സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി, 2ഉം ഹിറ്റാണ്. അപ്പോൾ കാശ്മീരെ ഡയറക്ട് ചെയ്തത് രാജീവ് അഞ്ചലാണ്, അതിന്റെ റൈറ്റർ AK സാജനായിരുന്നു. കമ്മീഷണർ ഡയറക്ട് ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് ജൂലൈ മാസം അനൗൺസ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ആ ഒരു സിനിമ ഷാജി കൈലാസ്, AK സാജൻ, സുരേഷ് ഗോപി ആ ഒരു സിനിമ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ അനൗൺസ് ചെയ്തിട്ടുള്ള സിനിമ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കമ്മീഷണർ കഴിഞ്ഞിട്ട് പിന്നെ ഷാജി കൈലാസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഒന്ന് രുദ്രാക്ഷം എന്ന സിനിമ. അത് കമ്മീഷണറിന് ശേഷം തന്നെയാണ് തോന്നുന്നത്. അതെ, കമ്മീഷണർ ശേഷമാണ് അത് എഴുതിയത്. പക്ഷെ രഞ്ജിത്താണ്. അത് 95 കിങ് ആണ് മമ്മൂട്ടി വെച്ച് ചെയ്തത്. അത് രഞ്ജിത്ത് പണിക്കരാണ്. പിന്നെ 96 മഹാത്മ, അത് കഴിഞ്ഞ് പിന്നെ അസുരവംശം. ഇങ്ങനെയാണ് ആ ഒരു ലിസ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു AK സാജനെ വെച്ചിട്ട് ഷാജി കൈലാസ് പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു സിനിമ എന്തായാലും സംഭവിച്ചിട്ടില്ല. AK സാജനെ വെച്ചിട്ട് പിന്നെ ഷാജി കൈലാസ് കുറെ നാളുകൾക്ക് ശേഷം ചിന്താമണിയാണ് AK സാജനെ വെച്ചിട്ട് ഷാജി കൈലാസ് ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. അതുവരെ രഞ്ജിത്തും രഞ്ജി പണിക്കരും പിന്നെ ഇടയ്ക്ക് SN സ്വാമി ട്രൂത്ത് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എനിക്ക് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് കമന്റ് ചെയ്യുക. എന്തായാലും AK സാജന്റെ ഒരു ലിസ്റ്റ് ഞാനിപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹം 95 മാണിക്യ ചെമ്പൊഴുക്ക എന്ന് പറയുന്ന ഒരു സിനിമ, അത് അദ്ദേഹത്തിന്റെ കഥ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ജനാധിപത്യം 97 റിലീസായ ജനാധിപത്യം, അതിൽ സുരേഷ് ഗോപിയാണ് നായകൻ. അപ്പോൾ അദ്ദേഹം കാശ്മീരം കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിനെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ജനാധിപത്യമാണ്. അത് K. മധുവാണ് ആ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ
ജനാധിപത്യത്തിന്റെ കഥയായിരിക്കാം അന്ന് ഷാജി കൈലാസിനും സുരേഷ് ഗോപി സിനിമയ്ക്ക് വേണ്ടി എ കെ സജൻ ആലോചിച്ചത്. അത് പിന്നീട് പല കാരണങ്ങൾ മാറി മറിഞ്ഞ് ആ സിനിമയായിരിക്കാം പിന്നീട് കെ മധുവിലേക്ക് എത്തിയത്. അപ്പൊ അന്നൊക്കെ നമുക്കറിയാം, അന്ന് സിനിമ എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഒരു റൈറ്റർ, ഒരു നടന്റെ ഡേറ്റ് മേടിക്കുന്നു, പിന്നീട് ഒരു റൈറ്റർ അടുത്ത് കഥ ആലോചിക്കുന്നു, പിന്നീട് അതൊരു സംവിധായകനെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഹൗസസ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു അന്നൊക്കെ. അപ്പം അങ്ങനെ മാറി മറിഞ്ഞ് വന്നതായിരിക്കാം. എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്ന സുനിൽ സംവിധാനം ചെയ്യാനിരുന്നിരുന്ന സിനിമയായാലും, ഇപ്പൊ ഈ പറഞ്ഞ ഷാജി കൈലാസ്, എ കെ സാജ, സുരേഷ് ഗോപി സിനിമയായാലും, ഇതെന്തായാലും അന്ന് പ്ലാൻ ചെയ്ത പോലെ സംഭവിച്ചിട്ടില്ല. പിന്നീട് മറ്റു നടന്മാരെ വെച്ചിട്ട്, ഞാൻ പറഞ്ഞ ബാബുവിനെ വെച്ചിട്ട് ചെയ്ത സിനിമയായിരിക്കാം ഇത്, കെ മധു സുരേഷ് ഗോപി ചെയ്ത സിനിമയായിരിക്കാം അന്ന് ഷാജി കൈലാസ് ചെയ്യാറുണ്ട്. എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. ഇനി അതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ഒരുപാട് അനൗൺസ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ അത് അടുത്തത് അത് നടന്ന ഒരു സിനിമ തന്നെയായിരുന്നു. കാരണം അത് കമ്പോളം, ബോണി സിനി ആർട്സിന്റെ ബാനറിൽ ബോണി മാത്യു നിർമ്മിക്കുന്ന സിനിമാസ്കോപ്പ് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കമ്പോളം. നവാഗതനായ ബൈജു കൊട്ടാരക്കരയാണ് സംവിധാനം നിർവഹിക്കുന്നത്. തിരക്കഥ സംഭാഷണം കലു ഡെന്നിസ്, ക്യാമറ സാലു ജോർജ്, ബാബു ആന്റി, ജഗതി, ചാർമിള തുടങ്ങിയവർ അഭിനയിക്കുന്നു. വിതരണം ജൂബിലി. അപ്പൊ ഇവിടെ ഈ ജൂബിലി ഫിലിംസ്, കാരണം നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ച 90s കുറച്ച് സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജൂബിലി സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് സിനിമ ഉണ്ട്. അതിന്റെ നിർമ്മാതാക്കൾ ചിലപ്പോൾ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അന്ന് ചിലപ്പോൾ പുതിയ നിർമ്മാതാക്കളായിരിക്കാം. അന്ന് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിലാണ് സിനിമ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് സിനിമ നിർമ്മാണ കമ്പനിക്ക് പൈസ കൊടുക്കുന്നത്. അവര് പറയണ പോലെ പറയുന്ന ആർട്ടിസ്റ്റുകളെയും ക്രൂവിനെയൊക്കെ വെച്ചിട്ട് ആ സിനിമ ചെയ്യണം, തീർത്ത് കൊടുക്കണം. ബാക്കി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യും. അപ്പോൾ സപ്പോസ് ഒരു 10 ലക്ഷം രൂപയുടെ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നതെങ്കിൽ അതിലൊരു 8 ലക്ഷം രൂപയ്ക്ക് നിർമ്മാതാക്കൾക്ക് തീർക്കാൻ പറ്റും. 2 ലക്ഷം നിർമ്മാതാക്കൾക്ക് പോക്കറ്റ് ഇടാം. ഈ ഡിസ്ട്രിബ്യൂട്ടർ ഈ 10 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ അതിന്റെ ഇരട്ടിയൊക്കെ ഉണ്ടാക്കാം ആ സിനിമയുടെ വിജയം അനുസരിച്ച്. നിർമ്മാതാക്കൾക്ക് പിന്നീട് ചിലപ്പോൾ അതിലെ വേറെ ഇതൊന്നും ഉണ്ടാവില്ല, അതിന്റെ അവകാശമൊന്നും ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ കംപ്ലീറ്റ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിരിക്കാം. അപ്പൊ എന്തായാലും കമ്പോളം എന്ന സിനിമ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. അന്ന് ബാബുവാനിയുടെ ഒക്കെ പ്രതാപകാരാണ്. കമ്പോളം 94 ക്രിസ്മസിനാണ് ഇറങ്ങുന്നത്. കാരണം മാനത്തെ കൊട്ടാരും കമ്പോളം ഒക്കെ ഒരേ സമയത്ത് തിയേറ്ററിൽ. അന്ന് മമ്മൂട്ടിയുടെ സുഹൃത്ത് എന്ന സിനിമ തിയേറ്ററുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സുഹൃത്തെക്കാട്ട് കൂടുതലൊക്കെ കമ്പോളം കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. മാനത്തെ കൊട്ടാരം അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സുഹൃത്ത് നല്ലൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ അങ്ങനത്തെ ഒരു കഥയല്ലല്ലോ അത്. എന്തായാലും കമ്പോളം എന്നുള്ള സിനിമയിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. മാനത്തെ കൊട്ടാരം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.